ഇതിന് റീഡിങ് എത്രയാ? ഹലോ, ആരൊക്കെ ഉണ്ട്? ITI പഠിച്ച ആരെങ്കിലും ഉണ്ടോടാ? ഹലോ, ITI ആരെങ്കിലും ഉണ്ടോ? ഞാൻ വിളിക്കാം. മുഹമ്മദ് ഹാരിസ്. സാർ, ഈ റീഡിങ് എത്രയാടാ? ഇത് ഈ വെർനിയറിൽ റീഡിങ് എത്രയാ? നീ +2 കഴിഞ്ഞല്ലേ? എത്രയാണ് റീഡിങ്? എത്രയാണ് റീഡിങ് അറിയില്ല? ഇല്ല. നമ്മൾ സ്കെയിലിൽ റീഡിങ് എങ്ങനെ എടുക്കുക? ഹലോ, ആരെങ്കിലും ഒന്ന് വേഗം പറയടാ. ഉത്തരം വേഗം പറഞ്ഞ് നമുക്ക് വേഗം നിർത്താം. സ്കെയിലിൽ എങ്ങനെ റീഡിങ് എടുക്കുക? ഹലോ, 0 മുതൽ ഉള്ള അത്ര റീഡിങ് 15 സെന്റിമീറ്റർ ആണെങ്കിൽ 15 സെന്റിമീറ്റർ അല്ലേ? നിങ്ങളിപ്പോ ഗ്രാഫിക്സ് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോ സെന്റിമീറ്ററിലാണോ എടുക്കാറ്? അല്ല, മില്ലിമീറ്ററിൽ. അപ്പോ ഒരു സ്കെയിലിന്റെ ഏറ്റവും ചെറിയ ഡിവിഷൻ എത്രയാ? മില്ലിമീറ്റർ. എത്ര മില്ലിമീറ്റർ? 1 മില്ലിമീറ്റർ. അപ്പൊ നമ്മൾ എങ്ങനെയാ വരയ്ക്കുക? 5 മില്ലിമീറ്റർ, 6 മില്ലിമീറ്റർ. അപ്പൊ 5.5 മില്ലിമീറ്റർ നമുക്ക് അതിൽ വരയ്ക്കാൻ പറ്റുമോ? 5.5 മില്ലിമീറ്റർ വരയ്ക്കാൻ പറ്റുമോ? ഹലോ, ഇല്ല. നിനക്കപ്പോ 5.5 മാർക്ക് ചെയ്യാനായിട്ട് നീ ഇതുവരെ ചെയ്തിട്ടില്ലേ? 12 മില്ലിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇതുവരെ മാർക്ക് ചെയ്തിട്ടില്ലേ? എങ്ങനെ മാർക്ക് ചെയ്യും? എങ്ങനെ മാർക്ക് ചെയ്യും? എടാ, ആ 2 ഡിവിഷൻ തമ്മിലുള്ള ഇടയിൽ ഒരു കുത്തിട്ടാ പോരെ, അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പൊ കറക്റ്റ് ആവൂല. എന്താണ് അതില് ആക്യുറസി വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാ? ആ ഓരോരുത്തരും ഇടുന്ന കുത്ത് അതിന് രണ്ടിന് ഇടയിലാണോ നിർബന്ധമില്ല, അല്ലേ? അപ്പൊ ഒരു സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാ ലീസ്റ്റ് കൗണ്ട്? 1 ആണ് ഒരു സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട്. അപ്പോ നമുക്ക് അതിൽ അര mm മാർക്ക് ചെയ്യാം. പക്ഷെ അത് നമ്മൾ ആക്യുറേറ്റ് അല്ല, അതുകൊണ്ട്. പക്ഷെ നമ്മൾ ചില സ്കെയിലുകൾ വാങ്ങിക്കുമ്പോ തുടക്കം തന്നെ അങ്ങനെ 1/2 മില്ലിമീറ്റർ മാർക്ക് ചെയ്ത സ്കെയിലുകൾ കാണാം, ഇല്ലേ? ചില കണ്ടോ, ഒരു 10 മില്ലിമീറ്ററിൽ 1/2 mm മാർക്ക് ചെയ്ത സ്കെയിലുകൾ ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ? കാണും. എടുത്തൊന്ന് നോക്ക്. സ്കെയിലൊക്കെ എടുത്ത് നോക്കുമ്പോ ചിലപ്പോ തുടങ്ങണതില് മില്ലിമീറ്ററിന്റെ പകുതിയും മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെ സ്കെയിലുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്കെയിലാണെങ്കിൽ ലീസ്റ്റ് കൗണ്ട് എത്രയായിരിക്കും? ലീസ്റ്റ് കൗണ്ട് എത്രയായിരിക്കും? 0.5. അപ്പൊ മെഷർമെന്റിന്റെ നമ്മൾ എപ്പോഴും ലീസ്റ്റ് കൗണ്ട് എന്ന് കേൾക്കും. വെർനിയർ കാലിപ്പറിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാ? ലീസ്റ്റ് കൗണ്ട് എത്രയാ? ഒരു വെർനിയർ വെച്ച് എത്ര നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും മിനിമം? ഇത് +2 പഠിച്ചാണെന്ന് പറയണ്ടല്ലോടാ. ഹലോ, പ്രിൻസ് വർഗീസ്. നിന്നോടപ്പോ വാതുറന്ന് ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചു. ഇവിടെ +2 വെർനിയർ കാണാത്തവരെന്താന്ന് പറഞ്ഞത് വാതുറന്ന് പറയാം. അപ്പൊ നമുക്ക് കാര്യങ്ങൾ അറിയാലോ. ഫിസിക്സ് ലാബിൽ ഒരു പ്രാവശ്യം കയറിയപ്പോ കണ്ടായിരുന്നു. അപ്പൊ കണ്ടത് കൊണ്ട് കാര്യമില്ല. അപ്പൊ എടാ എന്താ സഞ്ജയസ്? നിന്റെ കാര്യമാണ്. സഞ്ജയസ് എത്രയാണോ ലീസ്റ്റ് കൗണ്ട് വെർനിയറിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? 0.01. എത്രയാ? അരുൺ വി മനോജ് എത്രയാ? 0.01. ഞാൻ അങ്ങനത്തെ വെർനിയറുകൾ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഉപയോഗിച്ച വെർനിയർ ഇതാണോ? ഈ ടൈപ്പ് വെർനിയർ ആണോ? ഈ കാണുന്ന വെർനിയർ ആണോ?
നമ്മുടെ ഫിസിക്സ് ലാബിൽ ഉപയോഗിച്ച വെർനിയറിന്റെ കാര്യമാണോ പറയുന്നത്? ആണോ? ഇതിന്റെ അടുത്തേക്ക് വെക്കുമ്പോ എല്ലാം കാണണ്ട. ഈ റീഡിങ് വായിക്കാൻ പറ്റണ്ട. എനിക്ക് വായിക്കാൻ പറ്റില്ല. വായിക്കാൻ പറ്റണ്ട? ഇല്ല സാറേ, ഒന്നും വായിക്കാൻ പറ്റില്ല. ബ്ലറായി കിടക്കും. അപ്പൊ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ 0.02 എന്ന് എഴുതിയിട്ടുണ്ടാവും. ഈ പോയിന്റിൽ എന്റെ വിരൽ വെച്ചാൽ അവിടെ കണ്ട അപ്പോ വെർനിയർ കിട്ടുമ്പോ തന്നെ നമുക്ക് ഒന്ന് എടുത്തു നോക്കാം. വെർനിയർ കാലിപ്പർ നമ്മളൊന്ന് എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അതിന്റെ റീഡിങ്ങുകളൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇത് കാണുന്നുണ്ടോ? ഒരു വെർനിയർ കാലിപ്പറിന്റെ പാർട്ടുകൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സ്ഡ് ജോ ഉണ്ടോ? ഈ ഫിക്സ്ഡ് ജോ പിന്നെ എന്താ മൂവബിൾ ജോ അല്ലെങ്കിൽ സ്ലൈഡിംഗ് ജോ എന്ന് പറയും. രണ്ടാമത്തെ ജോ അത് നമുക്ക് ഈ വെർനിയർ സ്കെയിലിന്റെ ഇതിനെ നമ്മൾ സ്കെയിൽ എന്നാ പറയാം. വെർനിയർ സ്കെയിൽ എന്നാ പറയാം. ഈ വെർനിയർ സ്കെയിലിൽ കൂടി ഗ്ലൈഡ് ചെയ്ത് പോകുന്നതിന് സ്ലൈഡിംഗ് ജോ എന്ന് പറയും. അപ്പോ അതില് ആദ്യത്തെ നമ്മൾക്ക് ഇന്റേണൽ റീഡിങ്സ് നോക്കാനായിട്ടാണ്. അതായത് ഇന്റേണൽ റീഡിങ്സ്, അതായത് സിമ്പിളായി കാണാനൊന്ന് ഇത് കാണണ്ടല്ലോ. ഇതെന്ത് റീഡിങ്ങാ? ഹലോ, ഇത് എക്സ്റ്റേണൽ റീഡിംഗ് ആണ്. അപ്പൊ നമ്മള് എക്സ്റ്റേണല് നോക്കാൻ വേണ്ടി ഈ ഫിക്സ്ഡ് ജോ മൂവ് ജോ ഉപയോഗിക്കും. ഇനി അതിന്റെ ഇന്റേണൽ ഏതെങ്കിലും ഡയമീറ്ററുകൾ നമ്മൾ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടല്ലേ, ഇന്റേണലായിട്ട് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യും. അപ്പോൾ ഫലത്തില് കണ്ട, ഇപ്പൊ ഞാൻ ഈ റീഡിംഗ് എടുത്തിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ കിട്ടുന്ന റീഡിംഗ് വായിക്കാൻ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായിരിക്കും ഡയമീറ്റർ അല്ലേ? ഡയമീറ്റർ ആയിരിക്കില്ലേ? ഡയമീറ്റർ ബാർ തിക്നെസ്. ഇവിടെ തിക്നെസ് ആണ് നമ്മൾ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതണ്ട, തിക്നെസ് നമ്മൾ അളക്കുക, ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എടുത്തിട്ട് നമ്മൾ ഇവിടെ റീഡിംഗ് എത്രയെന്ന് നോക്കാം. അപ്പൊ ഈ റീഡിങ്ങും സാധാരണ സ്കെയിലിലെ റീഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? ആക്യുറേറ്റ് ആവുന്ന സ്കെയിലിൽ എടുക്കണതും ആക്യുറേറ്റ് ആയിരിക്കില്ലേ അല്ലേ? സ്കെയിലിൽ 5 mm നമ്മൾ എടുക്കുകയാണെങ്കിൽ 5 mm തന്നെ ആയിരിക്കില്ലേ? അതിന്റെ ആക്യുറസിയുടെ അളവ് കൂടുതലായിരിക്കും അല്ലെ? വെർനിയറിൽ എടുക്കണതിന്റെ ആക്യുറസിയുടെ അളവ് കൂടുതലായിരിക്കും. അതായത് സ്കെയിലിൽ നമ്മൾക്ക് മിനിമം 1 mm മാത്രമേ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 5, 6, 8, 10, 12, 13 mm. നമുക്ക് ഈ 13 mm കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ള പോയിന്റ് കഴിയുമ്പോഴുള്ള വാല്യൂകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? വെർനിയർ വേണം. അപ്പോ വെർനിയറിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപയോഗിക്കുന്ന വെർനിയറിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാ? ഇതിന്റെ ലീസ്റ്റ് കൗണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഇനി അടുത്ത് വരുമ്പോ നമുക്ക് കാണുമ്പോ അറിയാം ഇത് എത്രയാ. 0.02 ആണ്. 0.02. അപ്പൊ 0.02 1 mm ആകണമെന്നുണ്ടെങ്കിൽ എത്ര ഇട്ട് ഗുണിക്കേണ്ടി വരും നമ്മള്? 0.02 1 mm ആണെങ്കിൽ എത്ര ഇട്ട് ഗുണിക്കണോടാ? 5 ഇട്ട് ഗുണിക്കണം അല്ലെ? അപ്പോ 1 mm എത്രയായിട്ട് ഡിവൈഡ് ചെയ്താണ് 0.02? 5 ആയിട്ട് ഡിവൈഡ്. അപ്പൊ വെർനിയറില് ഈ ഇത് കാണുന്നുണ്ടല്ലോ. ഇത് ഇത്രയും കാണാൻ പറ്റണ്ട. ഇത് കാണുന്നുണ്ടോടാ? ഈ ഞാൻ ഈ കാണിച്ചിട്ട് വെർനിയർ കാണുന്നുണ്ടോ? വൃത്തിയായിട്ട് കാണുന്നുണ്ടോ? നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എനിക്കതറിയണ്ടേ. റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സ്കെയിലിലെ വാല്യൂസ് താഴെ
ഇത് വായിക്കാൻ മറ്റേ വാല്യൂസ് ക്ലിയർ അല്ല. അപ്പൊ ഇത് തൽക്കാലം ഞാൻ ഇതിന് നല്ല പടം ഉണ്ടോന്ന് നോക്കട്ടെ. ഇത് കുറച്ചുകൂടി വൃത്തിയായിട്ട് വായിക്കാലോ. ഇത് കുറച്ച് വൃത്തിയായിട്ട് വായിക്കാലോ. പുറത്താണ് പണിയാണ്. ശരിയാവില്ല. ഇവിടെ ഈ വെർനിയർ ശ്രദ്ധിച്ചാ, ഇത് കണ്ട, ഇത് ശ്രദ്ധിച്ചാ, ഇവിടെ ലീസ്റ്റ് കൊണ്ട് എഴുതിയിരിക്കുന്ന വായിക്കാൻ പറ്റണ്ട. 0.05 ആണ്, കണ്ടോ? അപ്പോ അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വെർനിയറിന്റെ ലീസ്റ്റ് കൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ 0.02 എന്ന് പറയരുത്. നമ്മൾ ഏത് വെർനിയറാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഒരു ഇപ്പൊ നിങ്ങൾ ഫിസിക്സ് ലാബിന്റെ വെർനിയറിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാ? 0.2 ആണോ? എനിക്കവിടെ ഞാനൊരു ദിവസം അവിടെ പോയി നോക്കുമ്പോഴത്തേനും 0.1 ആണെന്നാണ് എന്റെ ഓർമ്മ. ആണോ? 0.1 ആണോ? ഹലോ, ആണ്. അങ്ങനെ എനിക്ക് കണ്ടപ്പോ അങ്ങനെ തോന്നി. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഒരു തെറ്റായ ധാരണയാണ് ഒറ്റ ലീസ്റ്റ് കൊണ്ടുള്ള വെർനിയർ മാത്രം ഉള്ളത്. വെർനിയർ മാനുഫാക്ചറിന് അനുസരിച്ച് പല ലീസ്റ്റ് കൊണ്ടുകളുണ്ട്. ഹലോ, അതായത് അവസാനത്തേലുണ്ടല്ലോ COPO മാപ്പിംഗ് എന്ന് പറഞ്ഞിട്ട്. അതായത് എക്സൽ ഷീറ്റിലെ ഏറ്റവും അവസാനം കിടപ്പുണ്ടല്ലോ, CO അറ്റൈൻമെന്റിന് മുമ്പ് ഇൻപുട്ട് PO എന്ന് പറഞ്ഞിട്ട്. ആ എക്സൽ ഷീറ്റില് കുറെ ഷീറ്റുകളുണ്ടല്ലോ, ഏറ്റവും അവസാനത്തെ ഷീറ്റ് ഇൻപുട്ട് PO എന്ന് പറഞ്ഞു. ഒന്ന് അയച്ചു തന്നോ, സാമ്പിൾ അയച്ചു തന്നോ? ഞാൻ നോക്കിയിട്ടില്ല. ഓക്കെ. അപ്പൊ ഈ ഇത് കാണാമല്ലോ, ഇത് വൃത്തിയായിട്ട് കാണാം, ഇത് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വെർനിയർ ഇതാണ്. ഹലോ, നമ്മൾ ഉപയോഗിക്കുന്ന വെർനിയർ ഇതാണ് അല്ലേ? അപ്പൊ ഇതിന്റെ മുകൾ ഭാഗത്തെ റീഡിങ്ങുകളാണ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ അത് ഇഞ്ചാണ്. കണ്ട, ഇഞ്ച്. അപ്പൊ അതിന്റെ ലീസ്റ്റ് കൊണ്ട് എത്രയാ? 0.001 ഇഞ്ചാണ്. മനസ്സിലാവണല്ലോ? നമ്മൾ താഴത്തെ റീഡിങ്ങുകളാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മില്ലിമീറ്റർ ആണ്. ഇതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.02. അതായത് നമ്മൾക്ക് ഈ വെർനിയർ വെച്ചിട്ട് നമുക്ക് 0.02 mm വരെ മെഷർ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ആദ്യം നമ്മൾ 0, 10, 20, 30, 50 എന്ന് എഴുതിയേക്കുന്നത് എന്തായിരിക്കും? അത് എന്തായിരിക്കും? ഹലോ, ആരെങ്കിലും പറയണ എന്തായിരിക്കും? 0, 2. ഒരു സ്കെയില് കണ്ടല്ലേ നിങ്ങൾ? 0, 2, 10, 20 എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും? സെന്റിമീറ്ററോ? 1 സെന്റിമീറ്റർ അല്ലെങ്കിൽ 10 മില്ലിമീറ്റർ അല്ലേ? 10 മില്ലിമീറ്റർ, 20 മില്ലിമീറ്റർ, 30 മില്ലിമീറ്റർ, 40 മില്ലിമീറ്റർ, 50 മില്ലിമീറ്റർ അല്ലേ? അല്ലേ? അപ്പോ ഇത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 0 മില്ലിമീറ്റർ, 1 മില്ലിമീറ്റർ, 2 മില്ലിമീറ്റർ, അങ്ങനെ 10, 11, 12, 20, 21, 22, 30, 40, 50 അങ്ങനെ പോകും. അപ്പൊ നമ്മളുടെ ഈ മെയിൻ സ്കെയിലിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്കെയിലിന്റെ ഉപയോഗം തന്നെയാണ് അല്ലേ? മില്ലിമീറ്റർ മെഷർ ചെയ്യാന്നുള്ളല്ലേ ഈ മെയിൻ സ്കെയിലിന്റെ ഉപയോഗം അല്ലേ? സൗണ്ട് പറഞ്ഞ കേൾക്കണ്ടോ? ക്ലിയർ ആയിട്ട് കേൾക്കണ്ടോ? അപ്പൊ നമ്മളുടെ മെയിൻ സ്കെയിലിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
10, 20, 30, 40 എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്ത് പോവാം. ഇവിടെ വേറൊരു കാര്യം, ഈ രണ്ടാമത്തെ സ്കെയിലിനാണ് നമ്മൾ വെർനിയർ സ്കെയിൽ എന്ന് പറയണത് അല്ലേ. അപ്പോൾ അതിന്റെ ലീസ്റ്റ് കൗണ്ട് 0.02 എന്ന് എഴുതിയിട്ടുണ്ട്. അതിനർത്ഥം എന്താ? ഹലോ ഹലോ അതിനർത്ഥം എന്താണ്? വെർനിയർ സ്കെയിലിലെ ഒരു ഡിവിഷൻ 0.02 ആണ്. മനസ്സിലാവണ്ട? മനസ്സിലാവുണ്ടോ? മെയിൻ സ്കെയിലിന്റെ റീഡിങ് നമ്മൾ സ്കെയിൽ റീഡ് ചെയ്യണ പോലെ തന്നെ 10 മില്ലിമീറ്റർ, 11, 12, 13, 14, 15, 16, 18, 19, 20, 30 അങ്ങനെ പോകും. അത് അങ്ങനെ പോകുന്നു വിചാരിച്ചോളൂ. അടുത്തത് വെർനിയർ സ്കെയിലിൽ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 0.02. അപ്പൊ ഈ വെർനിയർ സ്കെയിലിൽ ഒന്നെന്ന് പറയണ ഡിവിഷൻസ് കൂട്ടിക്കഴിയുമ്പോഴത്തേന് എത്ര mm ഉണ്ടാവും? ഹലോ, ഈ ഒന്നെന്ന് പറയുന്ന ഡിവിഷൻ വരെ നമ്മൾ വെറുതെ കൂട്ടിയെടുക്കുകയാണെങ്കിൽ എത്ര ഉണ്ടാവും? 1 mm ഉണ്ടാവും. അപ്പൊ 2 എന്ന് പറയുന്ന ഡിവിഷൻ വരെ കൂട്ടിയെടുത്ത് എത്രയാവും? 2 mm ഉണ്ടാവും അല്ലേ. 3 എന്ന് പറയുമ്പോൾ 3 mm ഉണ്ടാവില്ലേ? ഹലോ, 4 എന്ന് പറയുമ്പോൾ 4 mm ഉണ്ടാവും. 4 എന്ന് പറയുമ്പോൾ 4 mm ഉണ്ടാവും. 5 എന്ന് പറയുമ്പോൾ 5 mm ഉണ്ടാവും. 6 എന്ന് പറയുമ്പോൾ 6 mm ഉണ്ടാവും. 7 എന്ന് പറയുമ്പോൾ 7 mm ഉണ്ടാവും. 8, 9, 10 അല്ലേ. അപ്പോൾ ഞാൻ ഇനി ഒരു കാര്യം പറയാം. ഈ 0 കഴിഞ്ഞിട്ട് വെർനിയറിൽ ഒരു ഡിവിഷന്റെ വാല്യൂ എത്രയാ? ഡിവിഷന്റെ വാല്യൂ എത്രയാ? 0.02. രണ്ടാമത്തെ ഡിവിഷൻ ആണെങ്കിലോ? രണ്ടാമത്തെ ഡിവിഷൻ ആണെങ്കിലോ 0.04. മൂന്നാമത്തെ ഡിവിഷൻ ആണെങ്കിലോ 0.06. നാലാമത്തെ ഡിവിഷൻ ആണെങ്കിലോ 0.08. ഒന്നാമത്തെ ഡിവിഷൻ ആകുമ്പോൾ എന്തായി? 0.10. അപ്പൊ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് വെർനിയറിന്റെ ആദ്യത്തെ നമ്മളുടെ ഒരു കൺസെപ്റ്റ് എന്താ മാറാനായിട്ട് ഞാനിവിടെ ഒരു റീഡിങ് നിങ്ങൾക്ക് എഴുതാം. വേർഡ് തുറക്കണം. ഇത് ഞാൻ റീഡിങ് എടുക്കണ ഞാൻ പഠിപ്പിച്ചു തരാം. ഞാൻ ഇതിന്റെ കൺസെപ്റ്റുകൾ വെറുതെ പറഞ്ഞോളുന്നുള്ളൂ. നമുക്ക് അതായത് റീഡിങ് എടുക്കണമെന്ന് നോക്കാം. അതായത് ഞാനൊരു വെർനിയറിന്റെ റീഡിങ് എഴുതാണ്. നമുക്ക് വെർനിയറിൽ മൊത്തം 150 വരെ നമുക്ക് മെഷർ ചെയ്യാനുള്ള ഉണ്ട്. 10, 20, 30, 40. ഞാനൊരു റീഡിങ് എഴുതാണ്. 15.21 ഇങ്ങനത്തെ ഒരു റീഡിങ് നമുക്ക് വെർനിയറിൽ ഉണ്ടാവുമോ? ഹലോ, ഉണ്ടാകുമോ? ഇല്ലെന്ന് പറയാൻ കാരണം എന്താ? ആരില്ലെന്ന് പറഞ്ഞത്? ഇല്ലാന്ന് പറയണ റൈറ്റ് ആൻസർ ആണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അത്രയും വാല്യൂ നമുക്ക് ഇല്ലാഞ്ഞിട്ടല്ല. നമ്മളുടെ ലീസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അതല്ല 0.02 ആണ്. മനസ്സിലായോ? അപ്പൊ ഏതെങ്കിലും റീഡിംഗ് എന്ന് പറയുമ്പോഴത്തേനും നമുക്കിപ്പോ ഒരു 5 mm റോഡ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ 5.02. പിന്നെ അടുത്ത റീഡിംഗ് എത്രയാ? 5.04. അങ്ങനെയല്ലേ വരുള്ളൂ അല്ലേ? അടുത്തത് ആ റോഡിന് വേറൊരു ഡയമെൻഷൻ ഉണ്ടെങ്കിൽ 5.2 എന്ന് വരും. മനസ്സിലായോ? അങ്ങനത്തെ ഒരു റോഡ് വരും. അല്ലാതെ 5.21 എന്ന് പറഞ്ഞൊരു വാല്യൂ ഇല്ലെന്നല്ല കേട്ടോ പറയുന്നത്. 5.21 മെഷർ ചെയ്യാൻ നമുക്ക് ഈ വെർനിയർ പറ്റില്ല. മനസ്സിലാവുണ്ടോ? നമ്മൾ നേരത്തെ സ്കെയിലിൽ 1/2 മീറ്റർ എടുക്കൂലേ, 1/2 mm എടുക്കൂലേ? മനസ്സിലാവുണ്ടോ? 5.24. മനസ്സിലാവുണ്ടോ? 5.26, 5.28, 5.30, 5.32, 5.34, 5.36, 5.38, 5.40. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? വെർനിയറിന്റെ റീഡിങ് പോകുന്ന മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് പിന്നെയും ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഈ വെർനിയറിലെ കാര്യമാണ്.
ഫിസിക്സ് ലാബിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വെർനിയർ 0.1 ആണെങ്കിൽ 0.1 ആണെന്ന് ആര് പറഞ്ഞു? ആണെങ്കിൽ എങ്ങനെയായിരിക്കും പോവാ? 5.1, 5.2, 5.3 അങ്ങനെ പോകും. മനസ്സിലാണ്ടോ? നമുക്കിപ്പോ ഈ വെർനിയറിന്റെ കാര്യം മാത്രം ഞാൻ പറയുന്നുള്ളൂ. കൂടുതൽ നമുക്ക് നേരത്തെ വരുമ്പോൾ നമുക്ക് വേറെ അതിന്റെ ഡിസ്കഷൻസ് ഒക്കെ ചെയ്യാം. അപ്പൊ ആരെങ്കിലും ഒക്കെ ഒരു റീഡിങ് പറയും. ഇപ്പൊ ഞാൻ പറയാണ് വെർനിയറിൽ 50.31 ഓക്കെ, അത് കറക്റ്റാ. 50.31, അതായത് 1, 2, 3 എന്ന് പറഞ്ഞ റീഡിങ് 3 കഴിഞ്ഞിട്ട്, അതായത് സെക്കൻഡ് ഡിവിഷനിൽ ഒരിക്കലും 0.1 എന്ന് പറഞ്ഞ റീഡിങ് ഈ വെർനിയറിൽ വരില്ല. മനസ്സിലാവുണ്ടോ? ഇനി ഡിജിറ്റൽ വെർനിയർ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെർനിയർ എടുത്ത് നോക്കുമ്പോഴത്തേനും വെർനിയറിന്റെ ഈ കോർണറിൽ ലീസ്റ്റ് കൗണ്ട് 0.01 എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ റീഡിങ് ഞാൻ ഈ പറഞ്ഞ പോലത്തെ റീഡിങ് വരും. 50.31, 33, 35. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോഴും നമ്മൾ റീഡിങ് എടുക്കുന്ന കാര്യമല്ല പറഞ്ഞത്, എങ്ങനെയാണ് മെഷർമെന്റും അതിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിൽ എങ്ങനെയാണ് മെഷർമെന്റ് വരുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് റീഡിങ് എടുക്കണം എങ്ങനെയാന്ന് നോക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെർനിയർ കാലിപ്പർ എന്ത് ചെയ്യണം? ഇത് കാണുന്നുണ്ടോ? അത് ഞാൻ അടുപ്പിച്ച് പിടിച്ചാൽ കാണുന്നുണ്ടോ? ഈ ക്യാമറയിൽ വല്ലതും കാണുന്നുണ്ടോ? നല്ല പ്രദർശനമാണ്. എന്റെ ക്യാമറ ഒന്ന് പിൻ ചെയ്ത് നോക്കി. ഇത് കാണുന്നുണ്ടോ? ഇത് കാണുന്നുണ്ടല്ലോ. ഇപ്പോഴാണോ കാണുന്നത്? നേരത്തെ കാണുന്നുണ്ടായിരുന്നില്ലേ? പിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് എടുക്കുമ്പോ ക്യാമറ ഒന്ന് പിൻ ചെയ്യുക. അപ്പൊ നമ്മൾ ആദ്യം വെർനിയർ കിട്ടുമ്പോ തന്നെ വെർനിയർ അടുപ്പിച്ച് വെക്കുക. അടുപ്പിച്ച് വെക്കുമ്പോ നമുക്ക് കിട്ടുന്ന റീഡിങ് എപ്പോഴും ഇങ്ങനത്തെ റീഡിങ് ആയിരിക്കും. ഇങ്ങനെ ഇരിക്കുക അല്ലേ? അപ്പൊ ഈ 0 ഉണ്ട്. ഇത് കാണല്ലോ ഇപ്പൊ. ഈ പ്രസന്റ് ചെയ്യണ കാണല്ലേ? കണ്ടു. അപ്പൊ ഇതാണ് ഞാനിപ്പോ അത് കാണിച്ചെന്നേ ഉള്ളൂ. വെർനിയർ ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആദ്യത്തെ 0യും മെയിൻ സ്കെയിൽ 0യും വെർനിയർ സ്കെയിൽ 0 തമ്മിൽ 0 കോയിൻസൈഡ് ചെയ്ത് നിൽക്കണം. അങ്ങനെ നിൽക്കാത്ത കേസുകൾ ഉണ്ടാകും. അതിനെന്ത് നമ്മൾ പറയും? സീറോ കറക്ഷൻ. സീറോ കറക്ഷൻ. അപ്പൊ സീറോ കറക്ഷൻ ഇപ്പൊ ഈ വെർനിയറിന് ചാടി ഉള്ളിലോട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത്രയും റീഡിങ് കുറവായിരിക്കും നമ്മൾ മെഷർമെന്റിൽ എടുക്കുമ്പോൾ വരിക. അപ്പൊ അത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? മിക്കവാറും ഈ 0 റീഡിങ്ങിന് ചാടി ആയിരിക്കും. കുറെ നാൾ കഴിയുമ്പോഴത്തേന് ഈ ജോ തേഞ്ഞു പോകും. മനസ്സിലാവുണ്ടോ? കുറെ ഉപയോഗിക്കുമ്പോൾ അങ്ങനത്തെ ഉള്ള വെർനിയർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. കുറെ നാൾ കഴിയുമ്പോഴത്തേനും ജോ തേഞ്ഞു കഴിയുമ്പോഴത്തേനും ഈ 0 ചാടി ഇപ്പുറത്തേക്ക് വന്ന് നിൽക്കും. അപ്പൊ നമ്മൾ ആ റീഡിങ് എത്രയെന്ന് നോക്കണം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ കണ്ട ഈ വെർനിയർ സ്കെയിലിൽ കണ്ട ഇവിടെ എവിടെ വെച്ച് ഇത് കോയിൻസൈഡ് ചെയ്യുന്നു. അപ്പൊ 0 കറക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതല്ലേ ഇവിടെ നിങ്ങൾ നോക്കി വരുമ്പോ കണ്ട ഈ കൃത്യം 10ലാണ് ഇത് കോയിൻസൈഡ് ചെയ്യണം. കണ്ട മെയിൻ സ്കെയിലിലെ ഒരു ഡിവിഷനിൽ ഈ 10ാമത്തെ ഡിവിഷനാണ് കോയിൻസൈഡ് ചെയ്യണം. കണ്ടോ അല്ലേ? കണ്ടു. അതല്ല 0 കറക്ഷൻ എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ നോക്കി വരുമ്പോഴത്തേനും ഒരു 9 കഴിയുമ്പോഴത്തേനും തന്നെ ഏതെങ്കിലും ഒരു ഡിവിഷൻ ഇവിടെ കോയിൻസൈഡ് ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായോ? മനസ്സിലാവുണ്ടോ? അപ്പോ ആ റീഡിങ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ അത് 0 കറക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ 0 കറക്ഷൻ ആഡ് ചെയ്ത് വെർനിയർ എടുക്കാൻ പഠിക്കണം. അപ്പൊ 0 കറക്ഷൻ ഇല്ലെന്ന് വിചാരിക്കാം. ഇനി എങ്ങനെയാണ് റീഡിങ് എടുക്കണതെന്ന് നമുക്ക് നോക്കാം. അടുത്തത് നമുക്കൊരു റീഡിങ് ഉള്ള ഒരു വെർനിയർ നോക്കാം. അപ്പൊ ഇത് കാണുന്നുണ്ടോ? വലിയ കുഴപ്പമില്ലാണ്ട് കാണാമല്ലോ. ഇത് ഹലോ, വലിയ കുഴപ്പമില്ലാണ്ട് കാണാമല്ലോ. അപ്പോ ഇതിൽ മെയിൻ സ്കെയിൽ റീഡിങ് എത്രയാ ഇന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? മെയിൻ സ്കെയിൽ റീഡിങ് എത്രയാണ്? അതായത് മെയിൻ സ്കെയിലിൽ 0 വെർനിയർ സ്കെയിലിൽ ഈ 0 എന്ന് എഴുതിയ ഡിവിഷൻ മെയിൻ സ്കെയിലിൽ കോയിൻസൈഡ് ചെയ്യണം. അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള റീഡിങ് എത്രയാണ് നമ്മൾ പറഞ്ഞാൽ മതി. അതിനാണ് മെയിൻ സ്കെയിൽ റീഡിംഗ് എന്ന് പറയാം. അപ്പൊ മെയിൻ സ്കെയിൽ റീഡിംഗ് എത്രയാ?
രണ്ടിന്റെ ബാക്കിൽ എത്ര ആയിരിക്കും റീഡിങ്? ഹലോ, രണ്ടിന്റെ പുറകിൽ എത്രയാടാ റീഡിങ്? രണ്ടെന്നല്ല 20 ഉണ്ട്. 20. ഞാൻ വേറെ ഒന്നും എടുക്കട്ടെ. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന വെർനിയറല്ല. ഇത് കാണുന്നുണ്ടോ? ഈ റീഡിങ് കാണുന്നുണ്ടല്ലോ. ഹലോ, കാണാം. ഇതിന്റെ മെയിൻ സ്കെയിൽ റീഡിങ് ആരെങ്കിലും പറഞ്ഞു? പ്രിൻസ് എന്ന് പറഞ്ഞാൽ ഈ കൊമേഴ്സ് അറിയില്ലേ? എത്രയാ മെയിൻ സ്കെയിൽ റീഡിങ്? എത്രയുണ്ട് മെയിൻ സ്കെയിൽ റീഡിങ്? എത്ര? മെയിൻ സ്കെയിൽ റീഡിങ് എത്രയാ? എത്രയാ? പ്രിൻസ് ഇല്ലടാ, പോയാ? പ്രിൻസ് ഉണ്ടല്ലോ. എത്രയുടെ മെയിൻ സ്കെയിൽ റീഡിങ്? മെയിൻ സ്കെയിൽ റീഡിങ് എത്രയാ? വാ തുറക്കൂല. അരുൺ വി മനോജ്, എത്രയുടെ മെയിൻ സ്കെയിൽ റീഡിങ്? 33 ആണ് സാർ. 33 ആണ്. 33. അതായത് നമ്മൾ സ്കെയിൽ റീഡ് ചെയ്യണത് പോലെ തന്നെ. കണ്ട, ഈ 33 കഴിഞ്ഞിട്ട് 0 കോയിൻസൈഡ് വെർനിയറിലെ റീഡിങ്ങുമായിട്ട് ഒരു മാച്ച് ഇല്ല. കണ്ട, ഇല്ലല്ലോ. അപ്പൊ നമ്മള് വെർനിയറിന്റെ ടോട്ടൽ റീഡിങ് എടുക്കുന്ന ഇത്രയേ ഉള്ളൂ. മെയിൻ സ്കെയിൽ റീഡിങ് ആണ് നമ്മൾക്ക് ഏതവനും ഐടിഐക്ക് പോകാത്തവനും ഐടിഐക്ക് 10ാം ക്ലാസ് പാസ്സായവനും മനസ്സിലാവുന്ന കാര്യം ഇതുണ്ടല്ലേ. ഈ ഫസ്റ്റ് വെർനിയർ സ്കെയിലുള്ള ഫസ്റ്റ് ഡിവിഷൻ കോയിൻസൈഡ് ചെയ്യുന്ന ലെഫ്റ്റിലുള്ള ആദ്യത്തെ റീഡിങ് എത്രയാണ്? അത് കണ്ടില്ലേ, 30 കഴിഞ്ഞാൽ 31, 32, 33 അല്ലേ? അപ്പൊ 33 എമ്മാണ് മെയിൻ സ്കെയിൽ റീഡിങ് അല്ലേ? പ്ലസ് എന്തോ സംതിങ് വരും അല്ലെ? ഇത് നമുക്ക് നോക്കുമ്പോ തന്നെ അറിയാൻ വേണ്ടി ഈ രണ്ട് ഡിവിഷന്റെ ഒരു കാൽ ഭാഗത്ത് അല്ലേ, കാൽ ഭാഗത്തിലാണ് ഇത് നീങ്ങിയിരിക്കുന്നത്. മനസ്സിലായോ? അല്ലടാ, നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. 1 മില്ലിമീറ്ററിന് എത്രയായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 1 മില്ലിമീറ്ററിന് എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 5 ആയിട്ട്. അപ്പൊ അത് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പൊ നമുക്ക് ഇനി പറയുന്ന കാര്യം വെച്ചാൽ ഇവിടെ 33 mm നമുക്ക് മെയിൻ സ്കെയിലിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിന്റെ കൂടെ എന്തോ ഒന്നും കൂടി കൂട്ടി കഴിയുമ്പോഴത്തേനും നമ്മൾക്ക് വെർനിയർ ടോട്ടൽ റീഡിങ് കിട്ടും. അപ്പൊ മെയിൻ സ്കെയിൽ റീഡിങ് പ്ലസ് വെർനിയർ സ്കെയിൽ റീഡിങ്. വെർനിയർ സ്കെയിൽ റീഡിങ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വെർനിയർ സ്കെയിൽ റീഡിങ് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. പിന്നെ അടുത്തത് വെർനിയർ സ്കെയിലിംഗ് റീഡിങ് നമ്മൾ നോക്കാൻ വേണ്ടി അടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ രണ്ടാമത്തെ ഡിവിഷനും മെയിൻ സ്കെയിലിലെ ഡിവിഷനും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ലല്ലോ. മൂന്നാമത്തെ ഡിവിഷനും കോയിൻസൈഡ് ചെയ്യുന്നുണ്ടല്ലോ? ഇല്ലല്ലോ. നാലാമത്തെ ഡിവിഷൻ ഇല്ലല്ലോ. അഞ്ചാമത്തെ ഡിവിഷൻ ഇല്ലല്ലോ. അഞ്ചാമത്തെ ഇപ്പം ആയിട്ടുള്ളൂ. ആറാമത്തെ ഡിവിഷനും ഇല്ലല്ലോ. ഏഴാമത്തെ ഡിവിഷനും ഇല്ല. എട്ടാമത്തത് എന്തേലും ആവുന്നുണ്ടോ? കോയിൻസൈഡ് ആയോ? ആയിട്ടില്ല. ഒമ്പതാമത്തെ ഇത് എട്ടാമത്തെ, ഞാനിപ്പോ വെല്ലോതിന് എട്ടാമത്, അതും ആയിട്ടില്ല. പക്ഷെ ഈ 9ാമത്തെ ഡിവിഷൻ കണ്ട ഇല്ലേ? 9 അല്ല, 2 കഴിഞ്ഞിട്ടുള്ള ഡിവിഷൻ എത്രണ്ണ? അത് കോയിൻസൈഡ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ? ഈ 2 കഴിഞ്ഞിട്ടുള്ള ഒരു ഡിവിഷൻ കൃത്യം കോയിൻസൈഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നണുണ്ടോ? അല്ല, 2 കഴിഞ്ഞിട്ട് ഒരു ഡിവിഷനും കൂടി മാറിയിട്ടാണ് കോയിൻസൈഡ് ആയത്. ഏതാ? ആയിക്കോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ 2 കഴിഞ്ഞിട്ടുള്ള ഒരു ഡിവിഷനാണ്, അത് ഉറപ്പാണ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി കണ്ണിന്റെ ഒരു അനുസരിച്ച് ഇച്ചിരി വ്യത്യാസം വരും. അപ്പൊ ഒന്നല്ലെങ്കിൽ 2 കഴിഞ്ഞിട്ട് 1ാമത്തെ ഡിവിഷൻ, അല്ലെങ്കിൽ 2 കഴിഞ്ഞിട്ട് 2ാമത്തെ ഡിവിഷൻ. ഇത് 2 ഏതായിരിക്കും? അത് കറക്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ ഇനി അടുത്ത കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടം തൊട്ട് ഈ 2ാമത്തെ ഡിവിഷൻ വരെയുള്ള ഡിവിഷൻസ് കൗണ്ട് ചെയ്യുക. അപ്പൊ 1ാമത്തെ ഡിവിഷൻ വരെയുമ്പോൾ ഇതുണ്ടല്ലേ, ഇത് എത്രയാ? 5 ഡിവിഷൻ ആയില്ലേ? 2ാമത്തെ ഡിവിഷന് മുമ്പ് എത്രയായി? 10ആയി. 10 കഴിഞ്ഞിട്ട് പിന്നെ 2 ഡിവിഷനും കൂടി ഉണ്ട്. അപ്പൊ എത്രയായി? 12ആയി അല്ലേ? ആയില്ലേ? ഒരു ഡിവിഷൻ എത്രയാന്ന് നമ്മൾ പറഞ്ഞേക്കണം? 0.0
0.02. ആ 12 ഡിവിഷൻ ഇൻറ്റു 0.02 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? എത്രയാണ്? ഗുണിച്ചു നോക്കുന്ന എത്രയാ? 0.24. അപ്പൊ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ, ഇതുണ്ടില്ലേ 0.24. ഇവിടെ 2 കിടക്കണുണ്ടോ? 2 കിടക്കണുണ്ടോ? ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് 2 ഡിവിഷനും കൂടിയല്ലേ വന്നിട്ടുള്ളൂ. അപ്പോ ഈ 2 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിവിഷൻ 0.02, 0.02, 0.04. അപ്പൊ അതിനർത്ഥം എന്താ? 0.24. അങ്ങനെയാണ് ആ റീഡിങ് വന്നേക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഒരു മിന്നായം പോലെ കുറച്ച് മനസ്സിലായല്ലോ. ഒന്നല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാവുന്ന, ഞാൻ ഇപ്പൊ രണ്ടാമത് പറഞ്ഞത് നമ്മൾ കുറെ റീഡിങ് എടുക്കുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ആദ്യത്തെ കേസിൽ നമ്മൾ ഇത്രയേ ഉള്ളൂ, മെയിൻ സ്കെയിൽ റീഡിങ് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വെർനിയർ സ്കെയിലിലൂടെ ഇങ്ങനെ കണ്ണോടിച്ച് വരുമ്പോഴത്തേനും ഏത് ഡിവിഷനിലാണ് കോയിൻസൈഡ് ചെയ്യണേന്ന് നമ്മൾ നോക്കുക. അതുവരെയുള്ള ഡിവിഷൻ 0 തൊട്ട് എണ്ണുമ്പോഴത്തേനും എത്ര ഡിവിഷൻസ് കിട്ടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഇൻറ്റു ലീസ്റ്റ് കൊണ്ട് ഗുണിക്കുമ്പോഴുള്ള സംഖ്യ കൂട്ടുക. അതല്ല നമ്മൾക്ക് പിന്നെ രണ്ടാമത്തെ എളുപ്പ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട്. 2 കഴിഞ്ഞിട്ടുള്ള ഡിവിഷൻ ആണെങ്കിൽ നമ്മളുടെ ആദ്യത്തെ പോയിന്റ് കിട്ടി. അപ്പൊ 33.2 എന്ന് പറയുന്ന കാര്യം ഇവിടെ ഓക്കെ, മനസ്സിലാവുണ്ടോ? 33 ഇവിടെ കിട്ടി. പിന്നെ ഇത് 0.2 അല്ലേ? 20 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 0.2 ആണ് അല്ലേ? ഹലോ, 30 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 0.3 ആ. 40 ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.4. 50 ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5. മനസ്സിലാവുണ്ടോ? അപ്പോൾ 2 കഴിഞ്ഞിട്ട് 2 ഡിവിഷനും കൂടി കോയിൻസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആയതുകൊണ്ട് നമ്മൾ എത്രയാ? 33.24. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് വെർനിയർ റീഡിങ് എടുക്കുന്നത്. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ് ഇത്. നമ്മൾ പണ്ട് പഠിച്ചവർ ഇത് കുറെ പഠിച്ച് ഇതിന്റെ ലീസ്റ്റ് കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യണതൊക്കെ പഠിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. റീഡിങ് എടുക്കണം ഇങ്ങനെയാണ്. ഇനി നമുക്ക് അടുത്തത് ഇനി ഒരെണ്ണം നോക്കട്ടെ. ഇതുണ്ടോ ഈ റീഡിങ്? കണ്ടോ? ഇതൊന്ന് റീഡ് ചെയ്ത് നോക്കിയത് ആരാള്? പ്രിൻസ് തന്നെ പറയട്ടെ. പ്രിൻസ് വർഗീസ് ആണ് അവന് കണ്ടല്ലെന്നാണ് പറഞ്ഞത്. എത്രയാടാ ലൈൻ സ്കെയിൽ റീഡിങ്? എത്രയാ? ഹലോ ഈ പ്രിൻസ് ഇല്ലേ, പ്രിൻസ് വർഗീസ് ഇല്ലേ? ആള് പോയാ? ഇല്ല സാറേ, അതെ എനിക്ക് പേര് ക്ലിയർ ആയില്ല വിളിച്ചപ്പോ. നിനക്ക് ക്ലിയർ ആവണ്ട, നീ നോക്കിയാ മതി. ഇതിൽ നോക്കുമ്പോഴത്തേനും മെയിൻ സ്കെയിൽ റീഡിങ് എത്രയാ? ഹലോ, മെയിൻ സ്കെയിൽ റീഡിങ് എത്രയാണ്? നിനക്ക് പറയാൻ പറ്റുന്നത്? ആരെങ്കിലും പറയാം മെയിൻ സ്കെയിൽ റീഡിങ് എത്രയാ? 87. ആരാ പറഞ്ഞത്? ആരാണ് പറഞ്ഞത്? 87 കഴിഞ്ഞിട്ട് ഒരു ചില്ലറ അവിടെ കിടക്കുന്നുണ്ട്. അത് ഇനി കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? നമ്മളിങ്ങോട്ട് ഓടിച്ചു പോവാണ്. ഈ മൂന്നാമത്തെ ഡിവിഷനിൽ കോയിൻസൈഡ് ആയിട്ടുണ്ടോ? വെർനിയർ സ്കെയിലിൽ മൂന്നാമത്തെ ഡിവിഷനിൽ കോയിൻസൈഡ് ആയിട്ടുണ്ടോ? അപ്പൊ ഞാൻ നോക്കുമ്പോ 3-ലല്ല, 3 കഴിഞ്ഞ ഒരു ഡിവിഷൻ കൂടി വേണ്ടി എനിക്ക് തോന്നണത്. അപ്പൊ നമ്മൾ എന്താ അർത്ഥം? 3-ലാണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്നത് 87.30. 3 കഴിഞ്ഞ ഒരു ഡിവിഷനും കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ 87.32. അത് കഴിഞ്ഞിട്ടുള്ള ഡിവിഷനിലായിരുന്നെങ്കിൽ 34. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ 36. വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ ഇനി അടുത്ത റീഡിങ് വല്ലതും ഉണ്ടോന്ന് നോക്കട്ടെ. ഉണ്ടെങ്കിൽ നമുക്ക് അത് നോക്കി പോവാം.
ഇത് ഓരോ വെർനിയറിന്റെ റീഡിംഗ് ആണ് കേട്ടോ. നമ്മളിവിടെ 20ക്ക് പകരം 2 എന്നാ കൊടുത്തേക്കണം കണ്ട. അപ്പൊ അത് നമ്മൾ വെർനിയർ സ്കെയിൽ നോക്കിയിട്ട് നമ്മൾ റീഡ് ചെയ്യാൻ പഠിച്ചാൽ മതി അല്ലേ. 20 മില്ലിമീറ്ററിന് വരെ 2 എന്നാ പറഞ്ഞു കൊടുത്തേക്കണം. അപ്പൊ ഇതിൽ നിന്ന് റീഡിങ് നോക്കി, ഇത് എത്രയാണ് റീഡിങ്? സാറേ ഹലോ സാറേ, ഞാൻ അഭിലാഷം, ഞാൻ ലെഫ്റ്റ് ആയിക്കോട്ടെ. പോക്കോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അത് ഇടാൻ പറ്റും. താങ്ക് യു സാർ. അപ്പൊ ഇത് എത്ര ആയിരിക്കും റീഡിങ്? 25 കൃത്യമല്ലേ? നിങ്ങളൊന്ന് വായിച്ചു നോക്കിയതണ്ട. വെർനിയർ സ്കെയിലിൽ എവിടെയും കോയിൻസൈഡ് എന്തെങ്കിലും എന്താ? ഇവിടെ ഒന്നും കോയിൻസൈഡ് ആവണല്ല പിന്നെ കണ്ട. പിന്നെ അത് കോയിൻസൈഡ് ചെയ്യണ കറക്റ്റ് ഈ അറ്റത്തുള്ള 0-യിലായിരിക്കും. മനസ്സിലാവണ്ടോ? അപ്പോ ഇതിപ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കാനല്ലോ കേട്ടോ. ഇത് കാരണം നമ്മൾ ഓൺലൈനിൽ പഠിപ്പിക്കുമ്പോഴത്തേനും ഇതിന്റെ കാര്യങ്ങൾ അങ്ങോട്ട് ഗ്രാഹ്യമാവാൻ ചാൻസ് കുറവാണെന്നാണ് എന്റെ വിശ്വാസം. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഗുഡ് അല്ലേ. അടുത്തത് ഇത് നമ്മൾ നോക്കിയതാണ്. ഇത്രയുള്ള കാര്യം. നമ്മൾ വെർനിയർ സ്കെയിൽ എടുക്കുക. നമ്മൾ ആദ്യത്തെ റീഡിങ് എടുക്കാനായിട്ട് ഞാൻ ഇനി ഒന്ന് കാണിച്ചുതരാം. നിങ്ങൾ ഈ ഇതിലൊന്ന് നോക്കട്ടോ. ഇതുണ്ടല്ലോ, ഹലോ, ഇത് കാണുന്നുണ്ടല്ലോ. ഈ ഞാൻ ക്യാമറ പിൻ ചെയ്യട്ടാ. കണ്ട, ഈ വെർനിയറിൽ നമ്മൾ ഒബ്ജക്റ്റിനെ പിടിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെടുക്കുക. നമ്മൾ ഇവിടെയുള്ള റീഡിങ് നോക്കാം. ഫസ്റ്റ് റീഡിങ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്കിപ്പോ 40 കിട്ടിയേക്കണം. 40 കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഡിവിഷനും കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേനും വെർനിയറിന്റെ 0 സ്കെയില്, വെർനിയർ കാലിപ്പറിന്റെ 0 കോയിൻസൈഡ് അല്ല, അത് ആദ്യം കിട്ടുന്ന റീഡിങ് എത്രയാണ്? അതായിരിക്കും മെയിൻ സ്കെയിൽ റീഡിംഗ് എന്ന് പറയാം. പിന്നെ അതിന്റെ കൂടെ വെർനിയർ സ്കെയിൽ റീഡിംഗ് കൂട്ടണം. അപ്പൊ അതിന് കൂട്ടാനായിട്ട് കിട്ടുന്ന റീഡിംഗ് 33 ആണെങ്കിൽ ഇതുണ്ടാവും. 33 ആദ്യം എഴുതുക. അതിന്റെ കൂടെ പ്ലസ് എത്ര വരും എന്ന് അറിയാനായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി പോവാം. ഇപ്പൊ 2 കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ആണ് മുട്ടണമെങ്കിൽ അത് ആദ്യത്തെ ഡിവിഷനാണോ രണ്ടാമത്തെ ഡിവിഷനാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഡിവിഷൻ ആണെങ്കിൽ 0.12, രണ്ടാമത്തെ ഡിവിഷൻ ആണെങ്കിൽ 0.14, മൂന്നാമത്തെ ഡിവിഷൻ ആണെങ്കിൽ 0.14, 16, നാലാമത്തെ ഡിവിഷൻ ആണെങ്കിൽ 0.18. 2 ആയി. പിന്നെ മനസ്സിലായോ? 2.20 ആയി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വെർനിയർ കാലിപ്പറിന്റെ റീഡിംഗ് എടുക്കുക. അതേപോലെ ഇനി ഞാൻ S3 ഇപ്പൊ ഞാൻ തുടങ്ങണില്ല. നമുക്ക് S3 തൊട്ട് മൂണിൽ എന്ന് പറയുന്ന ഒരു ഇതുണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇന്ന് 19 അല്ലേ? അപ്പൊ ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു എക്സസൈസ് ഞാൻ ചെയ്യിക്കുന്നുണ്ടോ. വെറുതെ ഒരു എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയാ. ആദിൽ സാദിഖുണ്ടടാ, അബ്ദുൾ റഹ്മാൻ, അഭിജിത്ത് VS ഇല്ലല്ലോ, അഭിജിത്ത് A, അഭിലാഷ് PP ഉണ്ടായിരുന്നു, അഭിലാഷ് TS ആരാ? അഭിലാഷ് TS ഉണ്ടോ? അഭിരാമി, അഭിലാഷ് ഉർമീസ്, അബിൻ ആന്റണി, അബിൻ മാണി, അജിത് അശോകൻ, അബു സുഫിയാൻ, ആദിത്യ ശിവൻ, ആദിത്യൻ S. നീ യൂണിഫോം വാങ്ങിച്ചിട്ടില്ലടാ? പാന്റ് പഠിച്ചു, ഷർട്ട് പഠിക്കാനുണ്ട്. ഷർട്ട് എന്താ വാങ്ങിക്കാത്ത? കിട്ടാത്ത വസ്തുവാണോ? അവിടെ തീർന്നു പോയി. ഞാൻ അങ്കമാലിയിൽ അല്ല, ഇവിടെ ചങ്ങനാശ്ശേരി കോളേജിൽ കിട്ടുമായിരുന്നല്ലോ.
ഞാൻ പൈസ ഇല്ലായിരുന്നു സാർ, അപ്പൊ വന്നപ്പോഴത്തേക്ക് തീർന്നു പോയി കോളേജില്. അഹമ്മദ് യാസി, അജിത് രവി, അജ്മൽ കെ ബി, അജ്മൽ എം എച്ച്, അജോ ഡേവിസ്, ആകാശ് കെ എസ്, അഖിൽ പി, അഖിൽ പോളൽദോ, അഖിൽ പോളി, അക്ഷയ് ഷാജി, അൽതാഫ് ഓജെ,